ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 2ൻ്റെ രുചിമേളം ചാപ്റ്ററിലെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണേ. അപ്പോൾ 5.4 ആണ് നമ്മൾ നോക്കുന്നത്. കണ്ടെത്തി എഴുതാം. അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം. അപ്പോൾ ആദ്യമായി എല്ലാത്തിനും നല്ല രുചി. അപ്പോൾ നമ്മൾ കുഞ്ഞുമോളുടെ തട്ടുകടയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാത്തിനും നല്ല സ്വാദ് എന്നായിരിക്കും പാഠഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി എഴുതി കൊടുക്കണം. രണ്ടാമത്തെ നോക്കാം. ദിവസം കഴിയുന്നോർക്കും മോൾക്ക് തളർച്ച കൂടി വരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ വാക്കം, തളർച്ച എന്ന് പറയുന്ന വാക്ക് എന്താണ് കൊടുത്തതെന്ന്, ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കൊടുത്തതെന്ന് നോക്കാം. ദിവസം കഴിയുന്തോറും മോൾക്ക് ക്ഷീണം കൂടി വരുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അതുപോലെ നോക്കി എഴുതി കൊടുക്കാം. മൂന്നാമത്തെ നോക്കാം. കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഉത്സാഹത്തോടെ എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തത് കാണാം. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ എന്താ ഉള്ളത് നോക്കാം. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. നാലാമത്തെ നോക്കാം. കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട. അപ്പോൾ തിന്നാൻ വേണ്ട എന്നുള്ളതിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തത്? കുഞ്ഞുമോൾക്കൊന്നും കഴിക്കാൻ വേണ്ട. അടുത്ത പ്രവർത്തനം നോക്കാം. നമുക്ക് കുഞ്ഞുമോളുടെ ഡയറിയാണ് അല്ലേ. അന്ന് കുഞ്ഞുമോൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം കുഞ്ഞുമോൾ എഴുതുന്ന ഡയറി. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. കുറേ ദിവസം ലീവായതിനു ശേഷമാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല ഉഷാറുണ്ടായിരുന്നു. ആദ്യത്തെ പോലെ ക്ഷീണമൊന്നുമില്ല. പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു ഞാൻ വേഗം കുളിച്ചു, യൂണിഫോം ഇട്ടു. അപ്പോഴേക്ക് അമ്മ പ്രഭാത ഭക്ഷണം എടുത്തു വെച്ചു. മുട്ടയും പാലുമായിരുന്നു, അത് കഴിച്ചു. ഞാൻ വേഗം സ്കൂളിലേക്ക് പോയി. അവിടെ എന്നെ കണ്ടപ്പോൾ കൂട്ടുകാർക്കും ടീച്ചർക്കും സന്തോഷമായി. എൻ്റെ ചുറുചുറുക്കിൻ്റെ രഹസ്യം എന്താണെന്ന് അവരെല്ലാം ചോദിച്ചു. ഞാൻ ഡോക്ടർ മാമൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തണമെന്നും തുറന്നു വെച്ചതോ പഴകിയതായ ഒരു ഭക്ഷണവും കഴിക്കരുതെന്നും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. കൂടാതെ നല്ല വ്യായാമം ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തു. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പച്ചക്കറികൾ കൂട്ടി ചോറ് കഴിച്ചു. വൈകുന്നേരം സന്തോഷത്തോടെ വീട്ടിലെത്തി എന്ന് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. വീട്ടിലെത്തി കുളിച്ചു, ഡ്രസ്സ് മാറ്റി, ചായയും ഇലയടയും കഴിച്ചു. പിന്നെ കുറച്ചു നേരം സൈക്കിൾ ഓട്ടി കളിച്ചു. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ക്ഷീണമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നന്നായി പഠിക്കാനും കഴിയുന്നുണ്ട്. കൂടാതെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അപ്പോൾ ഇങ്ങനെയാണ് കുഞ്ഞുമോളുടെ ഡയറി. നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ. നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം. തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അല്ലേ, കഴിക്കരുത്. അപ്പോൾ ഇതുപോലത്തെ 2-3 നമുക്കും ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തത് ആരോഗ്യം സമ്പന്നമാക്കാം പോഷകാഹാരത്തിലൂടെ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിനായി ദിവസം 1 മണിക്കൂർ വ്യായാമം ചെയ്യാം എന്ന് എഴുതാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കണം എന്ന് എഴുതാം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പും പല്ലുകൾ നന്നായി വൃത്തിയാക്കണം എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ അറിയാം, അപ്പം നിങ്ങളായ രീതിയിൽ എഴുതുക. ആൻഡ് കീപ് വാച്ചിങ് ഫോർ പാർട്ട് 3.